സ്തോത്രം. ദൈവത്തിന്റെ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണം. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദവാക്യം വായിച്ചിട്ട് ഞാൻ ഈ സമയത്തിനുള്ളിൽ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കുവാനായിട്ട് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ വായിക്കുന്നത്. ആർക്കെങ്കിലും വായിക്കാം. അത് മതി. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി. ഇവിടെ സമ്പത്ത് സമൃദ്ധിയുടെ 7 വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങൾ ഈ രാജ്യത്ത് സംഭവിക്കുന്ന ഇങ്ങനെയുള്ള വലിയ വിഷയങ്ങൾക്കെല്ലാം അതിന് ഒരു സൊല്യൂഷനായിട്ട് കാരാഗ്രഹത്തിൽ കുണ്ടറയിൽ കിടന്നിരുന്ന ഒരു ദൈവഭക്തനെ, അനോയിന്റിംഗ് ഉള്ള ഒരു ദൈവഭക്തനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ദൈവം ആ വിഷയത്തിൻ്റെ ചാർജ് എല്ലാം കൊടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമെന്ന് പറയുന്നത് ചിലപ്പോൾ പൊളിറ്റിക്കൽ ആയിരിക്കത്തില്ല, അഭിഷേകമുള്ള ദൈവമക്കളായിരിക്കും അതിൻ്റെ പരിഹാരമെന്ന് പറയുന്നത്. അഭിഷേകമുള്ള ദൈവമക്കളായി ദൈവം നമ്മളെ അവിടെ ഇവിടങ്ങളാക്കിയിരിക്കുന്നത് ആ ദേശത്തിൻ്റെ, ആ പ്രസ്ഥാനത്തിൻ്റെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുടെ വിഷയങ്ങളുടെ സൊല്യൂഷനായിട്ടാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നം വന്നു. അവരുടെ സമ്പത്തുള്ള കാലത്ത്, സമൃദ്ധിയുടെ കാലത്ത് അവരാരും ഒന്നും സൂക്ഷിച്ചു വെച്ചില്ല. എന്നാൽ ജോസഫ് ഇതെല്ലാം ഒത്തിരി കരുതി, ധാന്യങ്ങളൊക്കെ ഒത്തിരി കരുതി വെച്ചു. 1-ാം വർഷം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന്, ഫെഡറൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒത്തിരി സഹായം കിട്ടി. 2-ാം വർഷവും കഴിഞ്ഞു. 3-ാം വർഷം ആയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പണം എല്ലാം തീർന്നു, ഇനി ഞങ്ങൾക്ക് ധാന്യം വാങ്ങിക്കാൻ ഒന്നുമില്ല. 4-ാം വർഷം ആയപ്പം ജോസഫ് പറഞ്ഞു, നിങ്ങളുടെ കന്നുകാലികളുമായിട്ട് ഞങ്ങളുടെ അടുത്ത് വാ. അതിനെല്ലാം ജോസഫ് വാങ്ങിച്ചു. ഇവർക്ക് ധാന്യം കൊടുത്തു. 5-ാം വർഷം കൊടുത്തു. ഇവിടെ 6-ാം വർഷം ആയപ്പോഴത്തേക്ക് അവർക്കിനി കൊടുക്കുവാൻ ഒന്നുമില്ല. അവർ പറയുകയാണ്, ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിന് മുമ്പിൽ എന്തിനു നശിക്കുന്നു? നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങണം. അപ്പോൾ അവർക്ക് ഒരു വിഷയമാണ്, ഞങ്ങൾക്ക് ആഹാരം നീ തരണം. ഇത്രയും നാൾ നീ തന്നു, ഇനി ഞങ്ങൾക്ക് തരുവാനായിട്ടൊന്നുമില്ല. ആഹാരം തരണമെന്നുള്ള വിഷയം അവിടെ പറഞ്ഞു. 2-ാമതായിട്ട് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഞങ്ങൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിനും ഈ നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് ധാന്യം തരണമേ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വിത്ത് തരണം. ഈ കഴിഞ്ഞ 6 വർഷവും ഇവർ വന്ന് ചോദിച്ചത് ഒറ്റ ചോദ്യമാണ്, ഞങ്ങൾക്ക് ആഹാരം തരണം. എന്നാൽ 6-ാം വർഷം 7-ാം വർഷത്തിൻ്റെ ഈ സമയത്ത് അവരുടെ ചോദ്യത്തിനൊരു വ്യത്യാസം. അവർ നോക്കിയപ്പോൾ അവരുടെ പേരിലുള്ള ലാൻഡ് എല്ലാം ശൂന്യമായി പോവുകയാണ്. ഇനിയും ഈ ഡ്രൈനെസ്സിലൂടെ കടന്നു പോയാൽ ഈ ലാൻഡ് ഒരിക്കലും കൃഷിക്ക് യോഗ്യമാകാത്ത രീതിയിൽ ഇത് ശൂന്യമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ കാഴ്ചപ്പാടിനൊരു വ്യത്യാസം. ഇതുവരെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുമുള്ള ആഹാരം മാത്രമായിരുന്നു വിഷയം. എന്നാൽ ഇപ്പൊ പറയുകയാണ്, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മാത്രമല്ല, ഈ ലാൻഡ്, ഈ നിലം ശൂന്യമായി പോകുകയും അതുകൊണ്ട് ഞങ്ങൾ നശിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് വിത്ത് തരണം. വിത്തെന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? ഉടനെ കഴിക്കാനുള്ളതല്ല. വിത്തെന്ന് പറയുന്നത് വിതയ്ക്കുവാനുള്ളതാണ്. യോസഫ് എന്തോ ചെയ്തെന്നറിയാമോ? അവരവരുടെ പേരിലുള്ള ആധാരം മുഴുവൻ അങ്ങ് മേടിച്ചു, ഫറവോന്റെ പേരിലോട്ട് അങ്ങ് ആക്കി. എന്നിട്ട് പറയുകയാണ് ജോസഫ്, 23-ാം വാക്യം, ജോസഫ് ജനങ്ങളോട്, ഞാൻ ഇന്നും നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് വിത്ത് ഇതാ, നിലം വിതച്ചുകൊള്ളുവീൻ. യോസഫ് പറയുകയാണ്, ഇനിയും നിങ്ങൾ എന്ത് ചെയ്യണം? വിത്ത് ഞാൻ തരുന്നു. നിങ്ങൾ ഇത്രയും നാൾ വിത്ത് എന്നോട് ചോദിച്ചില്ല, വിത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ വിത്ത് നിങ്ങൾക്ക് തരുന്നു. ഇന്ന് നിങ്ങൾ നിലം വിതച്ചു കൊള്ളുവീൻ. നിങ്ങൾക്ക് കിട്ടുന്ന വിളവ് 5ആയിട്ട് പകുക്കണം. അടുത്ത വാക്യം, അതിലൊന്ന് സർക്കാരിന് ടാക്സ് കൊടുക്കണം. പറവാനുള്ളതാ. നമ്മളൊക്കെ ദൈവമക്കളാണല്ലോ. സർക്കാരിന് കൊടുക്കാനുള്ള ടാക്സിന്ന് എടുത്ത് ഒന്നും ചെയ്തേക്കരുത്.
നമ്മൾ ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ ടാക്സിൽ വെട്ടിപ്പും തട്ടിപ്പും ഒന്നും കാണിക്കാതെ ഗവൺമെന്റിന് കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. കാരണം ഈ രാജ്യത്തെ നന്മ നമ്മൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ നമ്മളാണ് ഏറ്റവും ലോ അബൈഡിങ് സിറ്റിസൺസ്, വിശ്വാസികളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത 4 പോർഷൻ ഉണ്ട്. അത് നിങ്ങൾ എന്തോ ചെയ്യണം? 4 ഓഹരിയോ നിങ്ങൾ 4 ഓഹരി നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. അതിൽ ആദ്യം പറഞ്ഞ വാക്ക് ഇതാണ്: വിത്തിന് വിത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരമായിട്ടും ഇരിക്കട്ടെ. ഈ റേഷ്യോ നിശ്ചയിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എത്ര പെർസെൻറ്റേജ് ഇതിൽ നിന്ന് വിത്തായിരിക്കണം, അതിൽ നിന്ന് ബാക്കി നിങ്ങൾക്ക് ആഹാരമായിരിക്കണം. തിരിഞ്ഞു വായിക്കരുത്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ വിത്തിരുന്നോട്ടെ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ആദ്യം വിത്തിന് വിത്ത്, അതിനുശേഷം മാത്രമാണ് നിങ്ങൾക്കുള്ള ആഹാരം. ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും നശിക്കാതിരിക്കേണ്ടതിനും ഈ സ്ഥലം, ഈ ലാൻഡ് ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ നിൽക്കുക. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ, now he who supplies the seed to the sower and bread for food. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് മലയാളത്തിൽ. അത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. he who supplies the seed to the sower and bread for food will also supply and increase your store of seed. മലയാളത്തിൽ വായിച്ചാൽ ഇങ്ങനെയാണ്: എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിത്തിനെ പൊലിപ്പിച്ച്, വേറൊരു ട്രാൻസ്ലേഷനിൽ, വിത്തിന്റെ ഭണ്ഡാരത്തെ വലുതാക്കി നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം നമുക്ക് നൽകി തരുന്ന 2 കാര്യങ്ങൾ, ഈ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളെയും 2ആയിട്ട് തിരിക്കണം. ദൈവം തന്നിരിക്കുന്ന സകല അനുഗ്രഹങ്ങളിലും ആദ്യമുള്ളത് വിത്ത്. One who supplies seed to the sower. ഒന്നാമത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വിത്താണ്. 2ാമത് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് വേണ്ടിയുള്ള ആഹാരം. വിതയ്ക്കുന്നവന് വിത്തും കഴിക്കുവാൻ ആഹാരവും നൽകുന്ന ദൈവം എന്തു ചെയ്യും? ഈ വിത്തിനെ നമ്മൾ കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ കളപ്പുരകളെ കൂട്ടുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, വിത്തിന്റെ സ്റ്റോർ കൂട്ടുമെന്ന് എഴുതിയിരിക്കുന്നത്. ഹി വിൽ ഇൻക്രീസ് യുവർ സ്റ്റോർ ഓഫ് സീഡ്. പിന്നെയും വിതയ്ക്കാനുള്ള സീഡ് പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം അല്പസമയം കൊണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പെട്ടെന്ന് മണി, ഇവിടെ എഴുതിയിരിക്കുന്ന ഈ പണത്തെ കുറിച്ചാവും പ്രധാനമായിട്ടൊരു വിഷയം. പണം, ദൈവം തന്നിരിക്കുന്ന പണം. ഈ പണം എവിടെ നിന്ന് വരുന്നതാണ്? നമ്മൾ ജോലി ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് അധ്വാനിച്ച് കിട്ടുന്ന ഈ പണം, ഈ പേ ചെക്ക് അല്ലെങ്കിൽ പേ സ്റ്റബ് എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ദിവസങ്ങളിൽ കിട്ടുമല്ലോ. ഈ പേ സ്റ്റബ് കയ്യിലോട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം: ഇത് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വീട്ടുകാര്യത്തിനും ചെലവാക്കാനുള്ള ആഹാരത്തിനുള്ള പണമല്ലത്. അത് അതിനകത്തുണ്ട്. പക്ഷെ ഒന്നാമത് എന്താണ്? ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള വിത്താണ്. ഈ വിത്തും, എനിക്ക് വിതയ്ക്കുന്നവനോ വിത്തും കഴിക്കുവാൻ ആഹാരവും അതിനകത്തുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടതാണ്. ആ കഷ്ടപ്പെടുവാനുള്ള കൃപയെല്ലാം ദൈവം തന്നതാണ്. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള വിത്ത് നമ്മൾ അതിനകത്ത് കാണണം. ഈ പ്രാവശ്യം ഇച്ചിരി കഷ്ടമാണ്, കാര്യങ്ങളൊന്നും കൂടെ നടക്കുന്നില്ല എന്ന് വിചാരിച്ച് ഈ പ്രാവശ്യം വിത്തും കൂടെ എടുത്ത് പുഴുങ്ങി തിന്നാൽ എന്തോ പറ്റും? അടുത്ത ഹാർവസ്റ്റിനെ അത് ബാധിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ആത്മീയ അർത്ഥം, വിത്ത് ദൈവത്തിന്റെയാണ്, വിത്ത് ദൈവരാജ്യത്തിന്റെയാണ്, വിത്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതിന്റെ ക്രിയ തന്നെ അതിന് ചെയ്യണം. അപ്പൊ നമ്മുടെ പണം, നമ്മുടെ സമയം, 24 മണിക്കൂർ നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്ലഷർ ഉണ്ട്, നമുക്ക് എന്റർടൈൻമെന്റ് ഉണ്ട്, നമുക്ക് ജോലി ചെയ്യണം, ബാക്കിയായിട്ട് കൃഷി ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനകത്തൊരു വിത്തുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കേണ്ട വിത്തെന്ന് പറയുന്ന ഒരു സമയം അതിനകത്തുണ്ട്. ആ സമയം ദൈവത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. അത് ദൈവരാജ്യത്തിന് നമ്മൾ വിത്തായിട്ട് ദൈവം വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഹെൽത്ത്, നമ്മൾ പോകുന്നിടത്ത്, നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് നമ്മൾ പോവുക എന്ന് പറഞ്ഞാൽ
നമുക്ക് ആരോഗ്യം വേണം. നമുക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്. ഈ ആരോഗ്യം എന്ന് പറയുന്നത് എൻ്റെ കാര്യത്തിന് വേണ്ടി, നമ്മുടെ വീട്ടിലെ കാര്യത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല. ഈ ആരോഗ്യത്തിലൊരു വിത്തുണ്ട്. അത് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ആരോഗ്യം, ഈ സമയം എല്ലാ കാലത്തും വിതയ്ക്കാനൊക്കത്തില്ല. വിതയ്ക്കാവുന്ന കാലത്ത്, നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്ന കാലത്ത്, ചെയ്യാവുന്നൊരു കാലമുണ്ട്. ആ കാലത്ത് നമ്മൾ ആരോഗ്യം ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. വിതയ്ക്കുന്നവന് വിത്തും കഴിക്കുവാൻ ആഹാരവും നമ്മുടെ ദൈവം ഒന്നും കുറയ്ക്കത്തില്ല. ദൈവം പറയുകയാണ്, നിങ്ങളുടെ സ്റ്റോർ ഹൗസ് ഓഫ് സീഡ് വിൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് കൂടുമെന്ന് പറഞ്ഞാൽ വിളവ് കൂടിയെന്ന അർത്ഥം അതിന്റെ മറ്റേ ഭാഷ. നമ്മുടെ ഹാർവസ്റ്റ് ദൈവം കുറയ്ക്കത്തില്ലെന്ന്. ദൈവരാജ്യത്തിന് വേണ്ടി വിത്ത് കൊടുക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ഒന്നും ദൈവം കുറയ്ക്കത്തില്ല. പിന്നെയും വിത്ത് കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ വിത്തിൽ കണ്ണു വെച്ചുകൊണ്ട് നമ്മൾ നോക്കി നടന്നുകൊണ്ടിരുന്നാൽ വിത്തും ഇല്ലാതാകും, സ്വത്തും ഇല്ലാതാകും. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഈ ദൈവത്തിന്റെ വിത്ത്. എന്നാൽ അതിലെല്ലാം ഉപരിയായിട്ട് നമുക്ക് ഒന്നുകൂടെ ആഴത്തിലേക്ക് ചിന്തിക്കാം. എന്താണ് ഈ ദൈവത്തിന്റെ യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത്? നിത്യരക്ഷകനായി യേശുവിനെ കാണുവാൻ കഴിഞ്ഞതല്ലേ? ഈ ലോകത്തിൽ പ്രത്യാശയില്ലാതെ നമ്മൾ മുമ്പ് കേട്ടതുപോലെ ജൽപ്പനങ്ങളോടുകൂടി കഴിയുന്ന ജനത്തിന് മുന്നിൽ നിന്ന് ഈ സത്യവചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വീണതല്ലേ യഥാർത്ഥത്തിലുള്ള വിത്ത് എന്ന് പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവല്ലേ യഥാർത്ഥത്തിൽ നമുക്ക് രൂപാന്തരം വരുത്തിയത്? ഈ യേശു ക്രിസ്തുവാകുന്ന അല്ലെങ്കിൽ സത്യവചനമാകുന്ന മറ്റുള്ളവർക്ക് അറിയാത്തൊരു വചനം നമ്മളിൽ വീണില്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് ത്രൂ ഇൻകറപ്റ്റബിൾ സീഡ്, കെടുന്ന ബീജത്താൽ അല്ല എന്ന് പറഞ്ഞാൽ ഇൻകറപ്റ്റബിൾ സീഡിലൂടെയല്ല, വിത്തിലൂടെയല്ല, എന്നേക്കും നിലനിൽക്കുന്നതായ ദൈവത്തിന്റെ വിത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ ഏതോ കാലത്ത് വീണത്, പൊട്ടിക്കിളുത്തതല്ലേ നമ്മുടെ രക്ഷയെന്ന് പറയുന്നത്? ആ വിത്ത് വീണു. അപ്പൊ ദൈവത്തിന്റെ വിത്തിലൂടെ നമ്മൾ ഉണ്ടായെങ്കിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെയാണ് സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്, ആത്താത്തു തരം വിത്തുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ ധാതു തരം ഫലങ്ങളല്ല, വിത്തുള്ള ഫലങ്ങൾ. യേശുവിലൂടെ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ യേശു എന്ന വിത്തുണ്ട്. നമുക്ക് ജീവിക്കാൻ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ എല്ലാം കാരണം യേശുവിനെ അറിഞ്ഞതല്ലേ? എന്നാൽ നമ്മൾ പറയുകയാണ്, ഈ അനുഗ്രഹങ്ങൾ ഈ സൺഡേയിലും ഈ എല്ലാ ദിവസങ്ങളിലുമുള്ള ഈ ദൈവവചന ധ്യാനം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയാണ്, ഇതെനിക്ക് വേണ്ടിയാണ്, ഞാൻ ഏറ്റെടുക്കുന്നു, എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, എൻ്റെ വീട്ടിനെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ ദൈവം നമ്മളെ ഈ അനുഗ്രഹിച്ചത്? ഈ വിത്ത്, യേശു ക്രിസ്തുവാകുന്ന ദൈവവചനത്തിന്റെ അറിവാകുന്ന ഈ വിത്തിനെ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുമ്പോൾ, ഈ വിത്ത് പൊട്ടിക്കിളിർക്കുമ്പോൾ അതിൽ നിന്ന് പിന്നെയും വിത്തുകളാണ് ഉണ്ടാകുന്നത്. അതിലെല്ലാം യേശു ക്രിസ്തുവാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വചനമാണ്. ഈ വചനത്തിന് ദൈവം ഒരു പർപ്പസ് വെച്ചിട്ടുണ്ട്. എന്താണ് ഈ പർപ്പസ്? ഈ വിത്തിന്റെ പർപ്പസ് എന്താണ്? The seed is for a reason and for a season. ഒരു കാലത്തേക്ക് മാത്രം, ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. വിത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ വിതയ്ക്കാൻ വേണ്ടിയാണ്. അത് ആ വിതയുടെ സീസണിലാണ് വിതയ്ക്കേണ്ടത്. അപ്പോൾ ഒരു വയൽ നമ്മൾ മനസ്സിലാക്കണം. വിത്ത് നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഒന്ന് അനുഗ്രഹങ്ങളെല്ലാം വിത്താണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ആകുന്ന വിത്താണ്. ഇതെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. എന്നാൽ വയൽ എവിടെയാണ്? ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം വയൽ ഏറ്റവും പ്രധാനമാണ്. ആ വയലിനെ അവൻ കണ്ടിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യേണ്ട ജോലി ആരുടേതാണ്? കൃഷിക്കാരൻ്റെതാണ്. അപ്പോൾ ഈ വയൽ എന്താണ്? ഞാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഈ നിലവും നശിച്ചു പോകാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉപജീവന മാർഗം എവിടെ നിന്ന് കിട്ടുന്നു? അതവന്റെ വയലാണ്. ഞാനും നിങ്ങളും എവിടെ ജോലി ചെയ്യുന്നു, എവിടെ പ്രവർത്തിക്കുന്നു, ഏത് ബിസിനസ് ചെയ്യുന്നോ അതാണ് നമ്മുടെ ഒന്നാമത്തെ വയല്. അവിടെയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് നമ്മൾ യേശു ക്രിസ്തു എന്ന വിത്തിനെ വിതയ്ക്കേണ്ടത്. ഒന്നാമത് വിതയ്ക്കുവാനുള്ള വിത്തിനെയാണ് കർത്താവ് നൽകി തന്നത്. രണ്ടാമത് നമുക്കുള്ള അനുഭവങ്ങളെയാണ് കർത്താവ് നൽകി തന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വിത്ത് ഇവിടെ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ഈ വിത്തിനോടൊന്ന് ചോദിച്ചു നോക്ക്. ഈ വിത്തിന്റെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇറ്റ് ഇസ് കോൾഡ് ദ ക്രൈ ഓഫ് ദ സീഡ്. ഈ വിത്തിന്റെ കരച്ചിൽ എന്താണ്? ഈ വിത്ത് പറയുന്നത്, എന്നെ ഒന്ന് വിതയ്ക്കൂ,
ഈ വിത്തിനെ നിങ്ങൾ എത്ര റെഫ്രിജറേറ്ററിൽ വെച്ചാലും ഈ വിത്തിന് യാതൊരു ഗുണവുമില്ല. ഈ വിത്ത് ഗുണമായി തീരുന്നത് ഒറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ. ഈ ചെളി നിറഞ്ഞ, പാപം നിറഞ്ഞ ഈ ഭൂമിയിൽ വീണാൽ മാത്രമേ ഉള്ളൂ ഈ വിത്ത് കിളുക്കത്തുള്ളൂ. ഈ പാപം നിറഞ്ഞ സഹോദരി, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരി എത്ര നാളായിട്ട് ഈ ഒരു വിത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ വിത്ത് എത്ര നാളായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് കരയുന്നു, എന്നെ ഒന്ന് കൊടുക്കാമോ, ഈ പാപമായിരിക്കുന്ന, ഈ ചെളിയായിരിക്കുന്ന ഈ ചെറ്റിലേക്ക് എന്നെ ഒന്ന് എടുത്തെറിയാമോ? നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഈ വിത്തിന് പവറൊന്നും ഇല്ലെന്ന്. ദൈവത്തിന്റെ വചനത്തിന്റെ പവർ, യേശു ക്രിസ്തു എന്ന നാമത്തിന്റെ പവർ കൊടുക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. ഒന്ന് കൊടുത്തു നോക്കൂ, യേശു ക്രിസ്തു ഉള്ളിൽ നിന്ന് വിങ്ങുന്നു. ഈ വിത്ത് കൊടുക്കുവാനുള്ളതാണ്. 2, നമ്മുടെ സുഖലോലുപലതയിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ മറന്നു പോകാറുണ്ട് ഈ വിത്തിനെ കുറിച്ച്. ഈ വിത്തിന്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് പോലും ഞാൻ മറന്നു പോകാറുണ്ട്. എന്നാൽ അതൊന്നും മറന്നു പോകാതെ ദൈവം ഈ പ്രത്യേക കാലത്തിന് വേണ്ടി ഈ വയലിനെ ഒരുക്കേണ്ട ജോലി, ഈ ഒരുപക്ഷെ 20 വർഷം നിങ്ങളോട് ജോലി ചെയ്യുന്ന ഒരു സഹോദരി ആകട്ടെ, ഒരു ബ്ലാക്കോ വൈറ്റോ ഹിസ്പാനിക്കോ ആരെങ്കിലും ആകട്ടെ, അവരെ പ്രിപ്പയർ ചെയ്യുന്ന ജോലി എന്റെയും നിങ്ങളുടേതുമാണ്. കൃഷിക്കാരന്റെ വിയർപ്പ് ആദ്യം വയലിൽ വീഴും, അതിനുശേഷമാണ് വിത്ത് വീഴുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു കഠിനാധ്വാനിയായ കൃഷിക്കാരന്റെ വിയർപ്പാണ് ആദ്യം വയലിൽ വീഴേണ്ടത്. അതിനുശേഷം നിങ്ങൾ, അതിനാണ് പ്രിപ്പറേഷൻ ഓഫ് ദ ഫീൽഡ്. വയലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. ആ വ്യക്തിയുമായി ക്യാൻറ്റീനിൽ, കെഫറ്റീരിയയിൽ നിങ്ങളുടെ കൂടെ സംസാരിക്കുമ്പോഴൊക്കെ ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ദൈവം ഉണ്ടാക്കുന്നത് അനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രിപ്പറേഷൻ നടക്കുക. ആ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവരാജ്യവുമായിട്ടുള്ള വിഷയത്തിൽ ഈ സീഡിനെ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യണം. ഇത് വിത്തിന്റെ കരച്ചിൽ മാത്രമല്ല, ഇത് ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ കരച്ചിലാണ്. ഇത് നിലവിളി, ദിസ് ഇസ് ദ ക്രൈ ഓഫ് ദ സോയിൽ. ഈ സ്ഥലം വിളിച്ച് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരിയുടെ കരച്ചിലുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾ കുറച്ചാൾ കഴിഞ്ഞിട്ട് കേൾക്കും. എവിടെയാണെന്നറിയാമോ? ആ ധനവാൻ വിളിച്ചു പറഞ്ഞു, ആ ലാസറെ ഇങ്ങോട്ട് വിട്ട് അവന്റെ വിരലിന്റെ അറ്റത്തിൽ ഒരു അല്പം വെള്ളമെങ്കിലും എനിക്ക് തരണമേ എന്ന് ഒരു ദിവസം വിളിച്ചു പറയും. നിങ്ങളുടെ പേര് വിളിച്ചു പറയും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്ന് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന, നിങ്ങളുടെ കൂടെ സഹവസിക്കുന്ന ചില വ്യക്തികളുടെ പേര് വിളിച്ച് ഇന്ന് അവർക്ക് ഒരു തുള്ളി വെള്ളം യേശു ക്രിസ്തു ആകുന്ന ഈ വിത്തിനെ ഒന്ന് കൊടുക്കുമോ? യേശു ക്രിസ്തു പ്രവർത്തിച്ചോളും. ഈ വിത്തിനെ അവർക്ക് കൊടുക്കൂ. ഇത് ആ നിലത്തിന്റെ, ആ ലാൻഡിന്റെ ക്രൈയാണ്, ആ വ്യക്തിയുടെ കരച്ചിലാണ്. നിത്യതയാണ് ഇവിടെ വിഷയം. ഇതിന് വലിയ ഗിഫ്റ്റ് അല്ല ഇവിടെ വിഷയം. വീട് മുഴുവൻ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ വെള്ളമൊഴിക്കാൻ എനിക്ക് ഗിഫ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒക്കുവോ? ഹോസ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഐ ഡോണ്ട് ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് സ്പ്രേയിങ് വാട്ടർ ഓൺ ദ ഫയർ എന്ന് പറയാൻ ഒക്കുവോ? കിട്ടുന്നതെടുത്ത് ഒഴിക്കുക ചെയ്യുന്നത്. നിന്റെ കൂടെ ജോലി ചെയ്ത് 20 വർഷം 25 വർഷം ജോലി ചെയ്തവർ നിത്യ നരകത്തിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം, യേശുവിന്റെ നാമമെന്ന് പറയുന്ന ഒരു തുള്ളി വെള്ളം കൊടുക്കുവാൻ എനിക്ക് കടപ്പാടില്ലേ? വിത്തിന്റെ കരച്ചിലുണ്ട്, ആ ഭൂമിയുടെ കരച്ചിലുണ്ട്. വിത്തിനെ പ്രിപ്പയർ ചെയ്യേണ്ട എൻ്റെ ജോലിയാ. എൻ്റെ ഫാദർ കൃഷിക്കാരനായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ഹാർവസ്റ്റ് കഴിഞ്ഞ് വിത്തെന്ന് പറയുന്നത് എന്താണ്? ഈ കഴിഞ്ഞ വർഷത്തെ ഹാർവസ്റ്റിന്റെ ഒരു ഭാഗമാണ് വിത്തെന്ന് പറയുന്നത്. നമ്മൾ അനുഭവിച്ചിരിക്കുന്ന നന്മയുടെ ഒരു ഭാഗമാണ് വിത്തെന്ന് പറയുന്നത്. ആ വിത്തിനെ എൻ്റെ ഫാദർ എടുത്തുകൊണ്ട് വന്ന് മാറ്റി ചാക്കിൽ കെട്ടിവെക്കും. ഞങ്ങളോട് പറയും തുടരുതെന്ന് പറയും. അതേല് എന്ന് പറഞ്ഞാൽ വിത്ത് പ്രിപ്പയർഡ് ആണ്, സെപ്പറേറ്റഡ് ആണ്. ദൈവവചനത്തിന്റെ അറിവ് നമുക്കുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഇന്ന സഹോദരനോട് സഹോദരിയോട് പറയേണ്ട ആ വാക്യങ്ങൾ, ആ വിത്തുണ്ടല്ലോ, അത് നമ്മൾ വീട്ടിലിരുന്ന് അല്പം പ്രിപ്പയർ ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ വചനവുമായിട്ട് മുന്നോട്ട് പോകണം. The preparation of the seed is as important as the preparation of the field and preparation of you yourself. അങ്ങനെ പോയി കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. A hard working farmer should be the first one to receive the share of his crops. അധ്വാനിക്കുന്ന കൃഷിക്കാരനാണ് ആദ്യമായിട്ട് തൻ്റെ ഫലത്തിൽ നിന്ന് അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിത്ത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന, മറന്നു പോകരുത്, ഞാൻ പറഞ്ഞ വാക്യങ്ങൾ മറന്നു പോകരുത്. ഒന്ന്, ഞങ്ങൾ നശിക്കാതിരിക്കേണ്ടതിനും ഈ സ്ഥലം, ഈ ലാൻഡ് എന്ന് പറയുന്ന നമ്മുടെ വർക്കിംഗ് ഏരിയ, നമ്മുടെ കൂടെയുള്ളവരെ ഇവരെ നശിച്ചു പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്തിനെ നൽകി തരണമേ.
കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഇതാ വിത്ത്, നിങ്ങൾ കൊണ്ട് വിതയ്ക്കൂ. നിങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന ഫലത്തെ പിന്നെയും വിത്താക്കി മാറ്റൂ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും. ഈ പ്രിപ്പറേഷൻ നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ, ഈ ആഗ്രഹം, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വിത്തിനെ കൊടുക്കണം, യേശുവിനെ കൊടുക്കണം എന്നുള്ള ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ നമുക്ക് കാണാം ദൈവം അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നത്. ഹല്ലേലൂയ. എത്ര പേര് തയ്യാറാകും? ദൈവമേ, നീ ഈ രാജ്യത്ത് ഞങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് കൊണ്ടുവന്ന് ഇത്രത്തോളം അനുഗ്രഹിച്ചു, ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന വിത്തിനെ കൊടുക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, എന്നെ സഹായിക്കണമേ. എനിക്ക് എല്ലാ കാര്യങ്ങളും തന്നു. എന്നെ കൊണ്ട് കഴിയത്തില്ല, ഇതിനെനിക്ക് അറിയത്തില്ല, ഇതിനെനിക്ക് ടാലന്റ് ഇല്ല, ഇതിനെനിക്ക് ഗിഫ്റ്റ് ഇല്ല. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ ആ സ്ഥലത്ത് ദൈവം വെച്ചിരിക്കുന്നത്. ആ സ്ഥലത്തിനുള്ള ഗിഫ്റ്റ് നിങ്ങൾക്കുണ്ട്. അവിടെ ദൈവത്തിന് അബദ്ധം പറ്റിയെന്നല്ലെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങളെ മെഡിക്കൽ സെന്ററിൽ ജോലി തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ബിസിനസ് തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവം അറിഞ്ഞുകൊണ്ടാണ് തന്നിരിക്കുന്നത്. കാരണം അവിടെ ഒരു കാര്യം ഫുൾഫിൽ ചെയ്യാനായിട്ടുണ്ട്. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിത്തുകളെ എല്ലാം നമ്മൾ ഉപയോഗിക്കുവാൻ ഈ ദിവസങ്ങൾ തയ്യാറായാൽ നമ്മുടെ ധാരാളമായ വിത്തുകളെ ദൈവം ഇനിയുള്ള ദിവസങ്ങളിൽ നൽകി തരും. നമുക്ക് അനേക ജീവിതങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിയും. So be a part of the kingdom of God. The kingdom of God is advancing forcefully and the forceful men lay hold of it. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ടെസ്റ്റിമണിയോട് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കട്ടെ, സമയം കഴിയുന്നു. പ്രിയ സന്തോഷ്, ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 3 മാസമായി. ഈ വന്നു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു തൻ്റെ ആൻറ്റിയുടെ കാര്യം, റോമൻ കാത്തലിക്, ജ്ഞാനായ കാത്തലിക്കിലായിരിക്കുന്ന ആ സഹോദരിയുടെ കാര്യം വിളിച്ചു പറഞ്ഞു. ക്യാൻസറായിട്ട് ഭാരപ്പെടുന്നു, യാതൊരു മാർഗവുമില്ല, അവർ മറ്റാരെയും അടുപ്പിക്കുന്നൊന്നുമില്ല. എനിക്കവിടെ ചെല്ലുവാനായിട്ട് ഞാൻ വിളിച്ച് അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് അവർ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാനും ഡേസിയുമുണ്ട് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നെയും അവർ ടെക്സ്റ്റ് അയച്ചു. അവിടെ ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കാത്തലിക് ബൈബിളുണ്ട്. ആ ബൈബിളിൽ തുറന്ന്, ഞാൻ ബൈബിൾ കൊണ്ടുപോയിട്ടില്ല അറിഞ്ഞുകൊണ്ട്, കാറിലിരിപ്പുണ്ട്, അവർ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. കാരണം കാത്തലിക് ബൈബിൾ നമ്മുടെ ബൈബിളുമായിട്ട് അല്പ വ്യത്യാസമുണ്ട്. നമ്മുടെ ബൈബിളിൽ ചില ഭാഗങ്ങൾ വായിച്ചാൽ അവർക്ക് ഒഫൻഡഡ് ആയിത്തീരും. അവൻ നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുമെന്ന് കാത്തലിക് ഭവനത്തിൽ പറയാൻ ഒക്കത്തില്ല. അവനെന്നും ഇവനെന്നും ഒന്നും അവർ പറയത്തില്ല. അവിടുത്തെ അങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഒഫൻഡ് ചെയ്യേണ്ടത്. അവരോട് ചോദിച്ചു, അവിടുത്തെ ബൈബിൾ അവരുടെ വീട്ടിലെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ബൈബിളൊക്കെ എടുത്തുകൊണ്ട് വന്നു. ആ ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയത്ത്. ഈ സഭയിൽ തന്നെയുള്ള പ്രാർത്ഥനാ സഹാരികൾ പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നു, വചനം തുറന്നു. ആ വചനത്തിൽ നിന്ന് അവർ തന്നെ വായിക്കും. ഞാൻ റെഫറൻസ് മാത്രം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനത്തെ റിലീസ് ചെയ്യുക മാത്രം ചെയ്യുക. മൂന്നാമത്തെ പ്രാവശ്യം വരുത്തി എന്നോട് പറഞ്ഞു വരണമെന്ന്. ചെന്നപ്പം വീട് നിറയെ ആള്. ഇവർ വചനം കേൾക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചിരിക്കുക. സഹോദരിക്ക് മരിക്കാൻ ഇനി 2 മാസം തികച്ചില്ല. ഡോക്ടറുടെ ഭാഷയിൽ ചിക്കൻ കറി എല്ലാം വെച്ചിരിക്കുക, ദൈവവചനം കേൾക്കാൻ വന്നവർക്ക് കൊടുക്കാനായിട്ട്. ഞാൻ 2 പേരോട് സുവിശേഷം പറയാൻ വേണ്ടി പ്രത്യേകം രാത്രിയിലെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങി വചനമൊക്കെ പ്രിപ്പയർ ചെയ്ത്, ഈ സീഡ് പ്രിപ്പറേഷൻ, ഫീൽഡ് പ്രിപ്പറേഷൻ എല്ലാം നമുക്കറിയാവുന്നതെല്ലാം ചെയ്തിട്ട് ചെന്നപ്പോൾ അവരുടെ ദൈവവചനം ഉപയോഗിച്ചു, പ്രാർത്ഥിച്ചു, വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവാത്മാവ് ടേക്ക് ഓവർ ചെയ്തു. അന്ന് അവിടെ വെച്ച് 2 മാസങ്ങൾക്ക് മുമ്പ് ആ ഭർത്താവും ഭാര്യയും ഉൾപ്പെടെ 5 പേർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പിന്നീടും പല പ്രാവശ്യം കടന്നുപോയി. ഇവിടെ പ്രാർത്ഥിച്ച അനേകരുണ്ട്, എൻ്റെ കൂടെ പ്രാർത്ഥിച്ച. പിന്നീടും പല പ്രാവശ്യം കടന്നുപോയി. ആ സഹോദരിയുടെ മേൽ കൈവച്ച് പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബുധനാഴ്ച ദിവസം മരിക്കാൻ കിടക്കുമ്പോൾ അവർ ടെക്സ്റ്റ് ചെയ്തു, വരണം. കത്തോലിക്ക അച്ഛന്മാരൊക്കെ ഉണ്ടാകും ഞാൻ വിചാരിച്ച, ആരുമില്ല. എല്ലാവരും ചുറ്റിനും നിങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഞാൻ അവരുടെ തലയിൽ കൈവച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചവരെ യാത്ര അയച്ചു. ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കർത്താവിൻ്റെ ഭാഗത്തേക്ക് ചേർന്നു. സ്തോത്രം. ഇന്നലെ ഞങ്ങൾ ഫ്യൂണറൽ വ്യൂവിങ്ങിന് ഞാൻ കടന്നുപോയി. ഞാൻ പറഞ്ഞത് അവസാനം അവരുടെ ഒരു ടെസ്റ്റിമണി എന്നോട് പറഞ്ഞു, സാറ് വന്നപ്പം ഞങ്ങളുടെ വീട്ടിൽ അരൂപി വന്നു എന്ന്. നിങ്ങൾക്കറിയാവോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം?
അറിയാവുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. അരൂപി എന്ന് കാത്തലിക്സ് പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്നാണ് എൻ്റെ അർത്ഥം. സാറ് വന്നപ്പം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു, അതുകൊണ്ട് എൻ്റെ ഭാര്യ അന്നമ്മ സമാധാനത്തോടെ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങൾ കേട്ട ഈ ജൽപ്പനങ്ങളും ഈ 85 പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു സമാധാനം അവർക്ക് കിട്ടിയില്ല. ദൈവമക്കളെ, ഞാൻ പറയുന്ന വിഷയം പ്രാക്ടിക്കൽ ആണെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ആ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ആ ഫ്യൂണറൽ ഡെഡ് ബോഡി കിടക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് നിന്ന് ഇവർ വലിയ വലിയ കാര്യങ്ങളും വെഞ്ചരിക്കുകയും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാനും സന്തോഷം അവിടെ നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തു. കർത്താവേ, ഈ സഹോദരിയുടെ ആത്മാവിനെ അവിടുന്ന് സ്വീകരിക്കുവാൻ മനസ്സലിഞ്ഞ് അതിനൊരു കാരണം കൂടെ ഞാൻ പറഞ്ഞു ഇവിടെ അവസാനിക്കാം. 3.5 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ക്യാൻസർ ഉണ്ടായപ്പോൾ ഈ ചർച്ചിൽ അറിയിച്ചു. നമ്മൾ പ്രെയർ ലിസ്റ്റിൽ വെച്ച് ഏകദേശം 5-8 മാസം ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ദൈവമക്കളെ, നമ്മൾ ചിലർക്ക് വേണ്ടി ഇപ്പച്ചായൻ പറഞ്ഞതുപോലെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വൃഥാവല്ല. അവരുടെ ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും ചിലരെ ദൈവം അവിടെ അയച്ച് യേശുക്രിസ്തു എന്ന വിത്തിനെ ചിലരുടെ ജീവിതങ്ങളിൽ കിളിർക്കുവാൻ ഇടയാക്കണമെങ്കിൽ ഞാനും നിങ്ങളും ആ യേശുവിനെ കൊടുക്കുവാൻ തയ്യാറായാൽ, ഇത് വിത്തിന്റെ കരച്ചിലാണ്, ഇതാ നിലത്തിന്റെ കരച്ചിലാണ്, എന്നെ രക്ഷിക്കൂ, ഞാൻ നരകത്തിലേക്ക് പോകുന്നു, ഞാനും നിങ്ങളും മാത്രമാണ് അവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് യേശുവിന്റെ സ്ഥാനാപതികളായിട്ടുള്ളത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 1 മിനിറ്റ് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് കർത്താവിന്റെ മുമ്പിൽ ഡെഡിക്കേറ്റ് ചെയ്യാം. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. എന്നാൽ ഒന്നാമത് വിത്തിന് വേണ്ടിയാണ് എന്നെ രാജ്യത്ത് കൊണ്ടുവന്നത്. രണ്ടാമത് എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ആഹാരവും സമ്പത്തും നീ നൽകി തന്നതിനാൽ സ്തോത്രം. സ്വർഗീയ പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, നരകത്തിന് യോഗ്യരായിരുന്ന ഞങ്ങളെ ഏതോ കാലത്ത് കർത്താവെ ചില ദൈവദാസന്മാരിലൂടെ ദൈവത്തിന്റെ വചനമാകുന്ന വിത്തിനെ അയച്ച് യേശുക്രിസ്തു എന്റെ ഹൃദയത്തിൽ വാഴുവാൻ വളരുവാൻ എല്ലാം ഇടയാക്കിയതിനാൽ സ്തോത്രം. ഞങ്ങൾ പിന്നെയും തീരുമാനിക്കുന്നു കർത്താവെ, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വയലുകളിൽ, ഞങ്ങളുടെ പേരിലുള്ള വയലുകളിൽ കർത്താവെ അനേകര് നിത്യനരകത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് യേശുക്രിസ്തുവാകുന്ന വിത്തിനെ കൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ. അങ്ങയുടെ വചനം ജീവനുള്ളതാണല്ലോ. അങ്ങയുടെ വചനം ഞങ്ങൾ കേട്ടതുപോലെ മടങ്ങി വരുന്നില്ലല്ലോ, അത് ക്രിയ ചെയ്യുന്ന വചനമാണല്ലോ. അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ എന്നെയും ഞങ്ങളെയും എല്ലാം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് us.